2 വർഷത്തിലേറെയായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പുതിയ സമാധാന പദ്ധതിയുമായി ചൈന രംഗത്ത്. പദ്ധതി സംബന്ധിച്ച് ബ്രസീൽ, ഇന്തോനേഷ്യ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയ ചൈന മറ്റ് രാജ്യങ്ങളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചു. റഷ്യയും യുക്രൈനും തമ്മിൽ ബ്രസീലും ഇന്തോനേഷ്യയും ദക്ഷിണാഫ്രിക്കയും ചർച്ച നടത്തിയതായും തർക്കത്തിന് രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താൻ ഇവർ പ്രതിജ്ഞാബദ്ധരാണെന്നും യൂറോപ്യൻ മേഖലയുടെ ചൈനയുടെ പ്രത്യേക പ്രതിനിധി ലി ഹ്യൂ പറഞ്ഞു. ആയുധം നൽകി റഷ്യൻ മേഖലകൾ കടന്നാക്രമിക്കാൻ യുക്രൈന് US സഹായിക്കുന്നതിൽ മറ്റു രാജ്യങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും ആശങ്ക സ്ഥിരീകരിക്കുന്നതാണ് യുക്രൈന്റെ ആക്രമണങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയും യുക്രൈനെയും ഉൾപ്പെടുത്തി സമാധാന സമ്മേളനം വിളിക്കാൻ ഈ വർഷം ആദ്യം ചൈനയും ബ്രസീലും സംയുക്ത പ്രഖ്യാപനം നടത്തിയിരുന്നു. ജൂണിൽ സ്വിറ്റ്സർലൻഡിൽ നടന്ന സമാധാന സമ്മേളനത്തിലേക്ക് റഷ്യയെ ക്ഷണിച്ചിരുന്നില്ല. ചൈന പങ്കെടുക്കുകയും ചെയ്തില്ല. സമാധാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് മറ്റു രാജ്യങ്ങളെ ചൈനയാണ് വിലക്കുന്നതെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അന്ന് ആരോപിച്ചത്. എന്നാൽ റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചൈനയ്ക്ക് സമാധാന പദ്ധതിയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞതോടെ യുക്രൈൻ വിദേശകാര്യമന്ത്രി ജൂലൈയിൽ ചൈന സന്ദർശിച്ചു. അതേസമയം 2 റഷ്യൻ നഗരങ്ങളിലേക്ക് ഡ്രോണുകൾ തൊടുത്ത യുക്രൈൻ ഡ്രോണുകളെ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. സരാദോവ് മേഖലയിലെ നഗരങ്ങളെ ലക്ഷ്യമാക്കിയാണ് യുക്രൈൻ ഡ്രോണുകൾ എത്തിയത്. ഇവയെ റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കുകയായിരുന്നു. ഇത്തരത്തിൽ തകർക്കപ്പെട്ട ഡ്രോൺ പതിച്ചതിനെ തുടർന്നാണ് നഗരത്തിലെ പാർപ്പിട സമുച്ചയത്തിന് കേടുപാടുകൾ ഉണ്ടായതെന്ന് റീജിയണൽ ഗവർണർ റൊമാൻ ബസുർജിൻ പറഞ്ഞു. സംഭവത്തിൽ ഒരു സ്ത്രീക്ക് പരിക്കേൽക്കുകയും 38 നില പാർപ്പിട സമുച്ചയത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് 3 നിലകളിൽ കേടുപാടുണ്ടായതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. എന്നാൽ ഇവയുടെ ആധികാരികത സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പരിക്കേറ്റ ഒരു സ്ത്രീയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എംഗൽസ് നഗരത്തിൽ ഒരു കെട്ടിടത്തിന്റെ മുകൾ നിലയ്ക്കും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. സരാദോവ് മേഖലയിലേക്കെത്തിയ 9 യുക്രൈൻ ഡ്രോണുകൾ തകർത്തെന്ന് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. യുക്രൈൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം 900 കിലോമീറ്റർ അകലെയാണ് സരാദോവ് മേഖല സ്ഥിതി ചെയ്യുന്നത്. തലസ്ഥാനമായ കീവ് നഗരം ഉൾപ്പെടെ യുക്രൈനിലെ 15 കേന്ദ്രങ്ങളിൽ റഷ്യ നടത്തിയ വൻ മിസൈൽ ആക്രമണത്തിൽ 7 പേരാണ് കൊല്ലപ്പെട്ടത്. രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളെയും ഊർജ്ജ മേഖലയെയും ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. 100-ലധികം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഊർജ്ജ മേഖലയ്ക്ക് കനത്ത നാശനഷ്ടമുണ്ടായതായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. വൈദ്യുതിയും വെള്ളവും പലയിടത്തും മുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ. ശൈത്യകാലത്തിന് തൊട്ടുമുൻപ് ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണം രാജ്യത്തിന് തിരിച്ചടിയായി. റഷ്യൻ ഡ്രോണുകളിലൊന്ന് അയൽരാജ്യമായ പോളണ്ടിന്റെ അതിർത്തിയും കടന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.